നമസ്കാരം. ഓ ഓ ഓ ഹരിനാമകീർത്തനം 43 ശ്ലോകം പാരായണം ചെയ്യാം. ഠ എന്നു തുടങ്ങുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ശ്ലോകം. 43 ശ്ലോകം. ഠായങ്ങൾ ഗീതമിവ നാദപ്രയോഗമുടൻ ഏകശ്രുതിങ്കലൊരുമിക്കുന്ന പോലെ പരം ഏകാക്ഷരത്തിലിതടങ്ങുന്നു സർവവുമി ആകാശ സൂക്ഷ്മതനു നാരായണായ നമഃ. നാരായണായ നമ 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 നാരായണായ നമ. ഠായങ്ങൾ ഗീതമിവ നാദപ്രയോഗമുടനേകശ്രുതിങ്കൽ ഒരുമിക്കുന്ന പോലെ പരം. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം എന്നീ ഗമകങ്ങൾ 7 രാഗവും ശബ്ദധ്വനിയും എങ്ങനെ ഒരു ശ്രുതിയിൽ യോജിക്കുമോ അതുപോലെ ഏകാക്ഷരത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ അടങ്ങുന്നു. ആ ബ്രഹ്മം ആകാശം പോലെ അതിസൂക്ഷ്മവുമാണ്. നമ്മൾ കാണുന്നുവെങ്കിലും ഒന്നും കാണുന്നുമില്ല. ഒരു ശ്രുതിയെ തന്നെ ധ്വനിയായും രാഗമായും സ്വരമായും വേർതിരിക്കാൻ കഴിയുമെങ്കിലും അവയെല്ലാം ഒരൊറ്റ ഭാവം ഉള്ളവ തന്നെയാണ്. അതാണ് ശ്രുതി കൊണ്ട് അറിയപ്പെടുന്നത്. അതുപോലെ സത്യം ലോകത്തിലെ നാനാത്വം മുഴുവൻ ചേർന്ന ഒന്നാണ്. അപ്പോൾ അതിൻ്റെ രൂപം ആകാശം പോലെ സൂക്ഷ്മമാണ്. ആകാശം വളരെ സൂക്ഷ്മമായിട്ടാണല്ലോ കാണപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് സത്യം. ലോകത്തിലെ നാനാത്വം മുഴുവൻ ചേർന്ന ഒന്നാണ് സത്യം. ശബ്ദഗുണകം ആകാശമാകെ കൊണ്ട് പ്രപഞ്ചത്തിൻ്റെയൊക്കെ പിന്നിൽ പ്രപഞ്ചമായി തീർന്നു നിൽക്കുന്ന ഓങ്കാരവും ആകാശം പോലെ സൂക്ഷ്മം തന്നെയാണ്. പക്ഷേ ആ ഓങ്കാര ശരീരത്തോടു കൂടി ഇരിക്കുന്ന ബ്രഹ്മം ഓങ്കാരത്തിനേക്കാളും സൂക്ഷ്മമാണ്. ഓങ്കാരവും ഒടുവിൽ ബ്രഹ്മത്തിൽ തന്നെ ലയിച്ചു നിൽക്കും. സംഗീതത്തിൽ ശ്രുതി ഒഴിച്ചുള്ളതെല്ലാം അസത്യമാണ്. അതുപോലെ തന്നെ പരമാത്മാവ് ഒഴികെയുള്ള ഏതും അസത്യവും മിഥ്യയുമായിട്ടുള്ളതാണ്. 43 ശ്ലോകം ഒന്നുകൂടി പാരായണം ചെയ്യാം. ഠായങ്ങൾ ഗീതമിവ നാദപ്രയോഗമുടൻ ഏകശ്രുതിങ്കലൊരുമിക്കുന്ന പോലെ പരം ഏകാക്ഷരത്തിലിതടങ്ങുന്നു സർവവുമി ആകാശ സൂക്ഷ്മതനു നാരായണായ നമഃ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ
നാരായണായ നമ നാരായണായ നമ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.